ഹായ്, എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിലെ എന്താ പറയുക, ബിഗ് ബോസ് ഒരു പ്ലേ സ്കൂളായിക്കൊണ്ടിരിക്കുക. ആര് കാരണമെന്നറിയോ? വേറെ ആരുമല്ല, നിവിൻ. ഇന്നലെ കൊച്ചു കുട്ടികൾ ഇറങ്ങി ഓടുന്ന കണക്ക് ഭയന്ന് എതിരാളികളെ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി ഓടിയ നിവിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അയാളങ്ങനെ പോകുന്നത് തന്നെ നല്ലത്. പക്ഷേ ഇപ്പം തിരിച്ചു വന്നു എടുത്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നമാണ്. അനുമോൾക്ക് അസുഖമുണ്ടല്ലോ. ജിസേലിന് മേക്കപ്പ് ഇട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടോ ഫൗണ്ടേഷൻ ഇട്ടോ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോയി ടിഷ്യൂ വെച്ച് മുഖത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കൽ. ജിസേൽ പിടിച്ച അനുമോളെ തള്ളി കിച്ചണിൽ വെച്ചാണ് ഈ സംഭവം. അപ്പോൾ നെവിൻ അനുമോളിനെ ഷൗട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ജിസേലും നെവീനും കൂടി ബിഗ് ബോസ് ഒരു അധികാരം കൊടുത്തു, ഭരണാധികാരിയുടെ. അതിനിടയ്ക്ക് ആതിരാനൂറ വേറൊരു പണി ഒപ്പിച്ച് വെച്ചേക്കുന്നു. നെവിനൊരു ഞരമ്പാണ്. ഇവൻ എന്തോ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഈ പ്ലേ സ്കൂളിലെ കുട്ടികളെ കണക്ക് കഴിക്കുന്നു, കട്ടെടുക്കുന്നു, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കണക്ക് മൈനറിനെ പോലെയൊക്കെ പെരുമാറുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, നല്ല എൻ്റർടൈനറാണ്, കഴിവുണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ആദില നൂറയുടെ കാര്യം, ഇവൻ നൂറടുത്ത് പോയി, നെവിനില്ലേ നൂറടുത്ത് പോയി എന്തൊക്കെയോ ഞരമ്പ് വർത്താനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നൂറ നല്ല കണക്ക് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ നീ ഇറങ്ങിപ്പോവും, അതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. നീ ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്, കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഓരോന്ന് കാണിക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ ആദിലയും നൂറയും ആയിട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ നിങ്ങളങ്ങനെ ജീവിക്കരുത്. ഇവൻ ഈ കമ്മ്യൂണിറ്റിക്ക് ഇവൻ ട്രാൻസാണോ LGBT എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുണ്ടോ, ഇവൻ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് അവൻ ഓരോന്ന് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് വെച്ചാൽ അവൻ ഗേ ഒന്നുമല്ല, അവൻ അങ്ങനെ LGBTQ ട്രാൻസ് വിഭാഗത്തിലുള്ള ആളൊന്നുമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എൻ്റെ പ്രവൃത്തികൾ ഒക്കെ ആ രീതിയിലാണ്. എന്നുവെച്ചാൽ അവർ നല്ല അവരെ ഞാൻ അങ്ങനെ കുറ്റം പറയുന്നതല്ല, അങ്ങനെ പറഞ്ഞും കൊണ്ട് നൂറെടുത്തും അതിലെടുത്തും പോയി എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു, അവർ ജീവിച്ചോട്ടെ, അവർക്കതാണ് ഇഷ്ടം. ഇപ്പം ബിഗ് ബോസിലെ സുന്ദരി നൂറ ആണല്ലോ. അന്നേരം ഇവൻ നൂറ എന്ന് ലൈനടിച്ച് നോക്കിയതാണ്. പക്ഷെ അവൾ നല്ല തരം കിട്ടിയപ്പോൾ നല്ലത് പറഞ്ഞു. നൂറയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. നല്ലതാണ്, അങ്ങനെ വേണം പെൺപിള്ളേരെ. അങ്ങനെ നിവിൻ്റെ ഒരു പ്ലേ സ്കൂൾ നാടകമാണ് അവിടെ നടന്നത്. എന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസ് തിരിച്ച് വിളിച്ചപ്പോൾ വന്നിരുന്ന് ബിഗ് ബോസിനോട് ക്ഷമയൊന്നും പറയുന്നില്ല. ഒരുപാട് താങ്ക്സ് ഉണ്ട് ബിഗ് ബോസ് തിരിച്ച് വിളിച്ചതിൽ. അങ്ങനെ ബുദ്ധിമോശം ചെയ്യരുതായിരുന്നു. എല്ലാവരും കിടന്ന് വിളിച്ച് പോകരുത്. അപ്പോഴുള്ളൊരു ദേഷ്യത്തിന് ഇറങ്ങി ഓടിയത് അനുമോളോടുള്ള ദേഷ്യത്തിന്. അനുമോളെ എവിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇതിൽ നോമിനേഷനിൽ കൊണ്ടുവരണം, ഇതൊക്കെയായിരുന്നു ഇവൻ പറയുന്നതാണ്. കേൾക്കാതിരിക്കണം ബിഗ് ബോസ് നല്ല 7 പണി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവന് അവിടെ നിൽക്കാനൊന്നും വയ്യ, അത് തന്നെ കാര്യം. അവൻ ഒരു ഞരമ്പ്. പ്ലേ സ്കൂൾ കളിക്കാൻ അവിടെ വളർന്നവൻ. അത് നല്ല കഴിവുള്ള ഒരാളാണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല. ആദിലായും നൂറയും അനുമോളും ജിസേലും ആണ് ഈ സംഭവത്തിൽ ഉള്ളത്. നെവിൻ്റെ ഈ ബിഗ് ബോസിൽ നിന്ന് ഓടി ഇറങ്ങുന്ന രംഗമുണ്ട്, കാണണം കേട്ടോ, നല്ലതാണ്. അയ്യോ.